2026 ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ട് ഫ്രാൻസ് പുറത്തായതിനു പിന്നാലെ ടീമിന്റെ പരിശീലകനായ ദിദിയർ ദശാംസ് സ്ഥാനമൊഴിയുമെന്ന് റിപ്പോർട്ടുകൾ. പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ഫാബ്രിസിയോ റൊമാനോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദശാംസിന്റെ പകരക്കാരനായി ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം സിനദിൻ സിദാൻ ചുമതലയേറ്റേക്കുമെന്നും സൂചനകളുണ്ട്. കളിക്കളത്തിലും പരിശീലകനെന്ന നിലയിലും ഒരുപോലെ തിളങ്ങിയ ചുരുക്കം ചില ഫുട്ബോൾ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സിദാൻ. റയൽ മാഡ്രിഡിനൊപ്പം ചരിത്രപരമായ നേട്ടങ്ങളാണ് അദ്ദേഹം പരിശീലകനായിരിക്കെ സ്വന്തമാക്കിയത്. റയൽ മാഡ്രിഡിനെ തുടർച്ചയായി 3 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റൊരു പരിശീലകനും അവകാശപ്പെടാൻ കഴിയാത്ത അപൂർവ റെക്കോർഡാണിത്. 2021 റയൽ മാഡ്രിഡിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞശേഷം നിരവധി പ്രമുഖ ക്ലബ്ബുകൾ സിദാനെ സമീപിച്ചിരുന്നു. എന്നാൽ അവയെല്ലാം അദ്ദേഹം നിരസിക്കുകയായിരുന്നു. ഇപ്പോൾ ദേശീയ ടീമിന്റെ പരിശീലക കുപ്പായമണിയാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നത് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതേസമയം ഫ്രഞ്ച് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിലൊരാളായാണ് ദശാംസ് പടിയിറങ്ങുന്നത്. 1998 ഫ്രാൻസ് ലോകകപ്പ് നേടുമ്പോൾ ടീമിലെ പ്രധാന അംഗമായിരുന്ന ദശാംസ് പിന്നീട് പരിശീലകനായി ടീമിന് സുവർണകാലം സമ്മാനിച്ചു. ദശാംസിന് കീഴിൽ 184 മത്സരങ്ങൾ കളിച്ച ഫ്രാൻസ് അതിൽ 120 എണ്ണത്തിലും വിജയം വരിച്ചു. 35 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചപ്പോൾ വെറും 29 മത്സരങ്ങളിൽ മാത്രമാണ് ടീം തോൽവി വഴങ്ങിയത്. ദശാംസിന്റെ കീഴിലാണ് ഫ്രാൻസ് 2018 ലോകകപ്പ് ചാമ്പ്യന്മാരായതും 2021 യുവേഫ നേഷൻസ് ലീഗ് കിരീടം ഉയർത്തിയതും. കൂടാതെ 2016 യൂറോ കപ്പിലും 2022 ലോകകപ്പിലും ടീമിനെ ഫൈനൽ വരെ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ ലോകകപ്പിൽ സെമി ഫൈനലിലെത്തിയതോടെ ജർമ്മനിക്കും ബ്രസീലിനും ശേഷം തുടർച്ചയായി 3 ലോകകപ്പ് സെമി ഫൈനലുകൾ കളിക്കുന്ന മൂന്നാമത്തെ ടീമായി ഫ്രാൻസിനെ മാറ്റാനും ദശാംസിന് കഴിഞ്ഞു. ഈ ലോകകപ്പ് സെമിയിൽ സ്പെയിനിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് പരാജയപ്പെട്ടത്. മൈക്കൽ ഒയർസബാൽ, പെഡ്രോ പൊറോ എന്നിവരാണ് സ്പെയിനിനായി സ്കോർ ചെയ്തത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഫ്രാൻസിന്റെ പ്രധാന ഡിഫൻഡറായ വില്യം സാലിബ പരിക്കേറ്റ് പുറത്തായത് ടീമിന് വലിയ തിരിച്ചടിയായിരുന്നു.